ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കിയയുടെ പുതിയ ഹൈബ്രിഡ് SUV എത്തുന്നു. സൊറന്റോ ഹൈബ്രിഡിന് ഡീലർഷിപ്പുകളിൽ അനൌദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ ഹൈബ്രിഡ് വാഹന വിഭാഗം ശക്തിപ്പെടുത്താൻ കിയയുടെ പുതിയ നീക്കം. കമ്പനിയുടെ ആദ്യ ഹൈബ്രിഡ് SUVയായ കിയ സൊറന്റോ ഹൈബ്രിഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി വിവിധ ഡീലർഷിപ്പുകളിൽ അനൌദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കമ്പനി ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും തിരഞ്ഞെടുത്ത ഡീലർമാർ ബുക്കിംഗ് സ്വീകരിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ സൊറന്റോ ഈ മാസം ആഗോളതലത്തിൽ അവതരിപ്പിക്കുമെന്നും ഇന്ത്യയിലെ ഔദ്യോഗിക ലോഞ്ച് ഉത്സവ സീസണിലായിരിക്കുമെന്നുമാണ് സൂചന. ചില ഡീലർഷിപ്പുകൾ 20,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള തുക വാങ്ങി പ്രീ ബുക്കിംഗ് സ്വീകരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 1.6 ലിറ്റർ ടെർബോ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനാണ് സൊറന്റോയ്ക്ക് കരുത്തേകുന്നത്. വിദേശ വിപണിയിലെ മോഡലിൽ 238 HP കരുത്തും 380 Nm ടോർക്കും നൽകുന്ന ഈ എഞ്ചിനോടൊപ്പം 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും ഉൾപ്പെടെയുള്ള പതിപ്പുകൾ അവതരിപ്പിക്കാനാണ് സാധ്യത. 5, 6, 7 സീറ്റർ കോൺഫിഗറേഷനുകളിലും വാഹനം എത്തിയേക്കും. ലെവൽ 2 ADAS, 360 ഡിഗ്രി ക്യാമറ, പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റുകൾ, ഡ്യുവൽ ഡിജിറ്റൽ ഡിസ്പ്ലേ, പ്രീമിയം ഓഡിയോ സിസ്റ്റം എന്നിവ ഉൾപ്പെടെ നിരവധി പ്രീമിയം ഫീച്ചറുകളും സൊറന്റോയിൽ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഇത് സ്കോഡ കോഡിയാക്, ഫോക്സ്വാഗൺ ടൈറോൺ തുടങ്ങിയ പ്രീമിയം SUVകൾക്ക് എതിരാളികളാകും. ഏകദേശം 40 ലക്ഷം രൂപ മുതൽ വില ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI കൂടുതൽ ശക്തമാകുന്നതിനൊപ്പം സുരക്ഷയും വെല്ലുവിളിയാവുകയാണ്. GPT 5.6ലെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തുന്നവർക്ക് വൻ സമ്മാനവുമായി OpenAI. കൂടുതൽ സുരക്ഷിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി OpenAI. കമ്പനിയുടെ ഏറ്റവും പുതിയ AI മോഡലായ GPT 5.6ന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനായി ബഗ് ബൗണ്ടി പദ്ധതി വിപുലീകരിച്ചതായി കമ്പനി അറിയിച്ചു. സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുന്ന ഗവേഷകർക്ക് 43 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. ബഗ് ബൗണ്ടി പദ്ധതിയിലൂടെ ലോകമെമ്പാടുമുള്ള അംഗീകൃത സുരക്ഷാ ഗവേഷകർക്ക് GPT 5.6ന്റെ സുരക്ഷാ നിയന്ത്രണങ്ങൾ പരിശോധിക്കാനും അതിലെ പോരായ്മകൾ കണ്ടെത്താനും അവസരമുണ്ടാകും. പ്രത്യേകിച്ച് അപകടകരമായ വിവരങ്ങൾ സൃഷ്ടിക്കാനോ സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാനോ AIയെ പ്രേരിപ്പിക്കുന്ന ഗുരുതര വീഴ്ചകൾ കണ്ടെത്തുന്നവർക്കാണ് ഉയർന്ന സമ്മാനം നൽകുക. മുൻപ് GPT 5.5 മോഡലിനെ കേന്ദ്രീകരിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. പുതിയ പതിപ്പായ GPT 5.6 പുറത്തിറങ്ങിയതോടെ അതിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുകയായിരുന്നു. കണ്ടെത്തുന്ന ഓരോ സുരക്ഷാ പ്രശ്നവും OpenAIയുടെ വിദഗ്ധ സംഘം പരിശോധിച്ച് പരിഹരിക്കും. ഇതിലൂടെ മോഡലിന്റെ സുരക്ഷയും വിശ്വാസ്യതയും കൂടുതൽ മെച്ചപ്പെടുത്താനാണ് കമ്പനിയുടെ ശ്രമം. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗവേഷണം, സോഫ്റ്റ്വെയർ വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ AIയുടെ ഉപയോഗം വേഗത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ നീക്കം. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ഉപയോക്താക്കൾക്ക് കൂടുതൽ വിശ്വസനീയമായ AI സേവനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് OpenAI വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയെ ആഗോള സ്മാർട്ട് ഫോൺ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തേക്ക് പുതിയ പങ്കാളിത്തം. വിവോയും ഡിക്സണും കൈകോർക്കുന്നതോടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്ത് നിർണായക നീക്കവുമായി വിവോയും ഡിക്സൺ ടെക്നോളജീസും. ഇരു കമ്പനികളും ചേർന്ന് രൂപീകരിക്കുന്ന സംയുക്ത സംരംഭത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ പുതിയ നിർമ്മാണ കമ്പനി ആരംഭിക്കാനുള്ള വഴി തെളിഞ്ഞു. ഇന്ത്യയിൽ കൂടുതൽ സ്മാർട്ട് ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിർമ്മിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. കരാർ പ്രകാരം പുതിയ സംയുക്ത സംരംഭത്തിൽ 51% ഓഹരി ഡിക്സൺ ടെക്നോളജീസിനും 49% ഓഹരി വിവോ മൊബൈൽ ഇന്ത്യയ്ക്കുമായിരിക്കും. ഇന്ത്യൻ കമ്പനിക്കാണ് നിയന്ത്രണ ഓഹരി ലഭിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നിക്ഷേപ ചട്ടങ്ങൾ പാലിച്ചാണ് ഈ മാതൃകയ്ക്ക് സർക്കാർ അനുമതി നൽകിയത്. പുതിയ കമ്പനി വിവോയുടെ സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കും. അതോടൊപ്പം മറ്റു ബ്രാൻഡുകൾക്കായും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള അവസരവും സംയുക്ത സംരംഭത്തിനുണ്ടാകും. ഇതിലൂടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണശേഷിയും ആഭ്യന്തര വിതരണ ശൃംഖലയും കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. 2020 പ്രസ് നോട്ട് 3 ചട്ടപ്രകാരം ചൈനയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഈ ചട്ടപ്രകാരമാണ് ഈ സംയുക്ത സംരംഭത്തിനും അനുമതി ലഭിച്ചത്. ഈ മാതൃക ഭാവിയിൽ മറ്റ് ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും ഇന്ത്യയിൽ പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് നിർമ്മാണം വ്യാപിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.